ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഈ മാസം തുടങ്ങിയിട്ടും പ്രൈസ് ഏകദേശം ജാനുവരി പകുതിയായി. പ്രൈസ് ഈ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ തന്നെ നിൽക്കുകയാണ്. ഈ മദർ ക്യാൻഡിലുള്ളിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. ഏകദേശം എന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒക്ടോബർ മുതൽ ഒരു സൈഡ് വേ ട്രെൻഡാണ്. പല ആൾക്കാരും ചോദിക്കുന്നത് ഇനി ബുള്ളിഷിലേക്കാണോ ബിയർഷിലേക്കാണോ പ്രൈസ് മൂവ് ചെയ്യുന്നത് പല ആൾക്കാർക്കും ഡൗട്ട്. ഞാൻ പറഞ്ഞതാണ് സൈഡ് വേ ട്രെൻഡ്. നമ്മൾ ഒക്ടോബർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്. നവംബർ, ഡിസംബർ, മിക്കവാറും ജാനുവരി, ഫെബ്രുവരി പകുതി വരെയൊക്കെ ചിലപ്പോൾ നമുക്കിത് കാണാൻ പറ്റും ഈ ഒരു മൂവ്മെൻറ്റ്. പക്ഷേ എന്നാലും ഞാൻ പറയണതിന് പ്രൈസ് ഓൾറെഡി ബുള്ളിഷാണ്. ബൈയിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ സെല്ലിലേക്ക് നമുക്ക് ഏകദേശം 50-50 ചാൻസസ്. ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു രണ്ടാഴ്ചയായിട്ട് പ്രൈസ് പെട്ടെന്ന് ബുള്ളിഷിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നു. വലിയ പുൾ ബാക്ക് ഒന്നുമില്ല. അതേപോലെ പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് മൂവ് ചെയ്യുന്നു. വലിയ പുൾ ബാക്കിൽ ഈ രീതിയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഹൈ ടൈം ഫ്രെയിമിൽ നിന്നൊക്കെ നല്ല എൻട്രീസ് എടുക്കാം. പ്രൈസ് ബുള്ളിഷിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുള്ളിഷിലേക്കാണ് മൂവ് ചെയ്യണമെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബൈയിലേക്കുള്ള സാധ്യതകൾ, ബിയർഷിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്യണമെന്നുള്ള സാധ്യതകൾ വരുമ്പോൾ നിങ്ങൾ സെല്ലിലേക്കുള്ള സാധ്യതകൾ നോക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഞാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിലും പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഓൾറെഡി ഒരു ബുള്ളിഷിൽ നിന്നാണ് നിൽക്കുന്നത്. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീക്കിൻ്റെ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചാഴ്ചയായിട്ട് പ്രൈസ് ഇങ്ങനെ പോകണം അല്ലേ. നമുക്ക് ഈ ലോ എടുത്തിട്ടുണ്ട് ഒരു ഇൻറ്റേർണൽ ഐഡിയ ഒന്നും വീക്കിൻ്റെ രീതിയിൽ കാണുന്നില്ല. അപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് വീക്കിൻ്റെ സെറ്റപ്പിൽ കാണുന്നില്ല. ചിലപ്പോൾ വരാതിരിക്കാം. വീക്കിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ലിംഗ് പോയിൻ്റ് ഒന്നും കാണുന്നില്ല. നമുക്ക് ഡേയിലേക്ക് വരാം. പക്ഷേ ഡേയിലേക്ക് വരികയാണെങ്കിൽ ഇൻറ്റേർണൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഡേയുടെ ഇൻറ്റേർണൽ സെറ്റപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഇനിയും ഇങ്ങോട്ട് വരാം. അതായത് പ്രൈസ് നമ്മുടെ ഈ ഡേയുടെ ഓർഡർ ഫ്ലോയിൽ ഓർഡർ ബ്ലോക്കിലേക്ക് ഒന്നും വന്നിട്ടില്ല. തൊട്ടടുത്ത് വരെ വന്നിട്ടാണ് പ്രൈസ് പോയത്. ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ടാണ് പോയെങ്കിൽ നമുക്കിതൊരു ഹൈ ബ്രേക്ക് ചെയ്യാനുള്ളൊരു സാധ്യത നമുക്ക് പറയാമായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു ലോ നോക്കുമ്പോൾ വലിയ ഇൻറ്റേർണൽ നോക്കുമ്പോൾ ഇത് ഇച്ചിരി സ്ട്രോങ് ആണ്. പക്ഷേ എന്നാലും ഈ ലോ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഈ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറയണതെന്ന് വെച്ചാൽ അങ്ങനെ ബ്രേക്ക് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 1 ഹവറിൻ്റെ ഒരു ഒ ബി എന്നുള്ള രീതിയിൽ, ഡേയുടെ 1 ഹവറിൻ്റെ ഇൻറ്റേർണൽ ഒ ബി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെല്ല് നോക്കാവുന്നതാണ്. ഇവിടെ പ്രൈസ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ പ്രൈസ് താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇവിടെ നമുക്ക് ചോക്കായിട്ടുണ്ട്. ഇവിടെ രണ്ടാമതൊരു ഫ്ലിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ആ ഒരു സെല്ല് നമുക്ക് നോക്കാം. പക്ഷേ പ്രൈസ് അവിടെ എത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം പ്രൈസ് അങ്ങോട്ട് എത്താം. 4 ഹവറിലേക്ക് വരികയാണെങ്കിലും 4 ഹവറിൽ നമ്മൾ നോക്കണമെങ്കിൽ പ്രൈസ് നമ്മുടെ 4 ഹവറിൻ്റെ സ്ട്രക്ചർ ഓൾറെഡി ബിയറിഷ് സ്ട്രക്ചറാണ്. നമ്മുടെ ഡേയുടെ ആ ഒരു പൊസിഷനിൽ നമുക്ക് 4 ഹവറിൻ്റെ ഒ ബി ഉണ്ട്. എനിക്ക് തോന്നുന്നു 4 ഹവറിൻ്റെ ഓർഡർ ഫ്ലോയും ഉണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ വേണമെങ്കിൽ സെല്ല് നോക്കാം. എങ്ങോട്ട് സെല്ല് നോക്കാം. നല്ലൊരു പുൾ ബാക്ക് ഉണ്ടാവും എന്തായാലും. ഇവിടെ ചിലപ്പോൾ ഇവിടം വരെ എത്താം, ചിലപ്പോൾ എത്താതിരിക്കാം. പക്ഷേ നമ്മൾ 1 ഹവറിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീക്കിലെ അനാലിസിലും പറഞ്ഞതാണ്, 1 ഹവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1 ഹവറിൻ്റെ ഈ ഒരു ഒ ബിയിൽ നിന്ന് നമുക്ക് സെല്ല് നോക്കാമെന്ന്. പല ആൾക്കാരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രൈസ് ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഇങ്ങോട്ട് കയറിപ്പോയി അല്ലേ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രക്ചറൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ SMC ആണ് ചെയ്യുന്നുണ്ടെങ്കിലും സ്ട്രക്ചർ നോക്കി ചെയ്യുന്നുണ്ടോ? നല്ല ബുള്ളി സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ തന്നെയാണ് പ്രൈസ് ഉണ്ടാക്കുന്നത്. പുൾ ബാക്ക് എടുക്കുന്നു, വീണ്ടും പുൾ ബാക്ക് എടുക്കുന്നു. അപ്പോൾ ഈ വീണ്ടും പുൾ ബാക്ക് എടുത്ത് തിരിച്ച് കയറിയാൽ വീണ്ടും നമ്മളുടെ ആ ഒരു ഓബിലേക്ക്. അപ്പോൾ നിങ്ങൾ കയറുകയാണെങ്കിൽ കണ്ട് ഈ ബൈ സെറ്റപ്പ് നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ മതി. ഇവിടെ നല്ല രീതിയിൽ സെല്ലാകുമ്പോൾ ആ സെൽ സെറ്റപ്പ് നമ്മൾ യൂസ് ചെയ്താൽ മതി. ഓൾറെഡി നമ്മുടെ ഹൈ ടൈം ഫ്രെയിമിൽ വന്നിട്ടാണ് പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ പോയിൻറ്റ്സ് എടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ഹവറിൻ്റെ പൊസിഷനിൽ പ്രൈസ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ കൺഫർമേഷൻ കിട്ടി. ചിലപ്പോൾ നമുക്ക് ചോക്ക് വിത്ത് ഐഡിയും കിട്ടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് IFC ക്യാൻഡിലോ സിംഗിൾ ക്യാൻഡിലായിരിക്കും. നമുക്ക് ഈ സിംഗിൾ ക്യാൻഡിലൊക്കെ 1-2 SL ഒക്കെ അടിക്കുമ്പോഴത്തേക്കും പ്രൈസ് വീണ്ടും കയറിപ്പോകുന്നു. വലിയ റിയാക്ഷൻ ഇല്ല. അപ്പോൾ പല ആൾക്കാരും അവർക്ക് ഇതിന് ഫെയിലാവും. പക്ഷേ അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്ന് റിഫൈൻ ചെയ്യുക. ഈ 1 ഹവറിൻ്റെ ഓർഡർ ബ്ലോക്കിൽ എന്തൊക്കെയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് ഇട്ട് ഇതിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയുണ്ടെന്നുള്ളത് അറിയാം. ഞാൻ 5 മിനിറ്റ് 15 മിനിറ്റിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ആ റിയാക്ഷൻ ആയിരിക്കും പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യാൻ സാധ്യത. അവിടെ കറക്റ്റായിട്ട് നമുക്ക് 50 മിനിറ്റിലൊരു സിംഗിൾ ക്യാൻഡിലൊക്കെ തന്നെ, നല്ല ക്യാൻഡിലാണ് 50 മിനിറ്റ് സിംഗിൾ ക്യാൻഡിലാണ് നല്ലൊരു പുൾ ബാക്ക് നടത്തിയാൽ ഏകദേശം 723-724 നിന്നാണ് കിട്ടിയത്. പ്രൈസ് എവിടം വരെ മൂവ് ചെയ്തു നോക്കി 700 വരെ, ഏകദേശം $24 മൂവ്മെൻറ്റ്. അത് ബ്രേക്ക് ഈവൻ പോലും അടിച്ച് നല്ല മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടി. നല്ല ട്രേഡ്സ് ആയിരുന്നു അത്.
അപ്പോൾ ഈ 1 അവറിൻ്റെ ഈ OBയിലുള്ള റിയാക്ഷനാണ് ഇനി പ്രൈസ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഇത് കൊണ്ടുപോകുന്നതെങ്കിൽ പ്രൈസ് താഴേക്ക് തന്നെ പോകുന്ന കഴിഞ്ഞാൽ വേണമെങ്കിൽ പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കാം. നമ്മൾ പറഞ്ഞ ഡേയുടെയും 4 അവറിൻ്റെയൊക്കെ വിയറിഷ് OBയിലേക്ക് വരാതെ തന്നെ പ്രൈസ് താഴേക്ക് വന്ന് നമ്മുടെ ഡേയുടെ ബുള്ളിഷ് ഓർഡർ ഫ്ലോയിലോ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലോ ഒക്കെ പ്രൈസ് വരാം. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ്സ് കണ്ടോ, ഈ പ്രൈസ് കയറി വന്ന അതേ മൂവ്മെൻറ്റ്സ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് വന്ന് കുറേ ഇങ്ങോട്ട് വന്നിട്ടായിരിക്കും ഒരു പുൾ ബാക്ക് എടുക്കുന്നത്, വീണ്ടും കുറേ ഇങ്ങനെയായിരിക്കും പ്രൈസ്. കുറേ മുമ്പ് എന്ത് സ്ട്രക്ചറാണോ ഉണ്ടാക്കിയത് കയറിയപ്പോൾ അതേ സ്ട്രക്ചർ തന്നെയായിരിക്കും താഴേക്ക് വന്നത്. നിങ്ങൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ കൂടുതൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ വരക്കുന്നത് പോലെ, നമ്മളിപ്പോൾ ഒക്കെ വരക്കുമ്പോൾ എയിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സൈഡും സെയിം ആയിട്ടിരിക്കുന്നത് പോലെ ആകണമെന്നില്ല. ചിലപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ മെയിനായിട്ട് ശരിക്കും ട്രേഡിങ്ങിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി കിട്ടുന്ന കാര്യമോ അല്ലെങ്കിൽ ഒരു എൻട്രി സെറ്റപ്പ് വരുന്നത് ഇതൊന്നുമല്ല. ഇതിനേക്കാൾ അപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം വേണ്ട പ്രൈസ് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമെന്നാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എവിടം വരെ മൂവ് ചെയ്യാം, ഏത് രീതിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്, എവിടെ നിന്നൊക്കെ പുൾ ബാക്ക് ഉണ്ടാക്കും, എന്താണ് അതിൻ്റെ റീസൺ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു നല്ലൊരു POയിൽ വരാനും അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എൻട്രികൾ പലപ്പോഴും SLO ബ്രേക്ക് ഈവൻ തന്നെയായിരിക്കും, നമുക്കൊരു നല്ലൊരു TP കിട്ടിയില്ല. അപ്പോൾ അതാദ്യം പഠിക്കുക. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതായിരുന്നു, പ്രൈസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന്. അപ്പോൾ അത് മനസ്സിലാക്കുക. ആദ്യമൊക്കെ ഒരു കൺഫ്യൂഷൻ വരും, ആദ്യമൊക്കെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ. പക്ഷേ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാവും. അതിനേക്കാൾ ഉപരി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു പുൾ ബാക്ക് നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും പ്രൈസ് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു 50 മിനിറ്റിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് വെച്ചാൽ 1 അവറിൻ്റെ POI റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്തായാലും ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരെ തരാം. നമുക്ക് ലോങ് ടൈം എടുക്കാം. പക്ഷേ ഞാനിത് ഹോൾഡ് ചെയ്തിട്ടൊന്നുമില്ല. ഏകദേശം ആ ട്രേഡ്സ് ഒക്കെ കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് കഴിഞ്ഞു. 50 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയെന്നും പറഞ്ഞ് പ്രൈസ് ബുള്ളിഷിൽ നിൽക്കുമ്പോൾ 50 മിനിറ്റിൻ്റെ അടിയിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുള്ള OBയിൽ നിന്നും ധൈര്യമായിട്ട് എടുക്കാം. ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ഒരു എൻട്രീനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. പിന്നെ ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് ചാടി എടുക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കിയെടുക്കാനുള്ള രീതിയിലാണ് അത് പറഞ്ഞത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ ക്ലോസ് ചെയ്യുമ്പോൾ പ്രൈസ് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ ചില. അപ്പോൾ ഈ എൻട്രി ഏറ്റവും നല്ലൊരു സെറ്റപ്പാണെന്ന് ഓൾറെഡി ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തതാണ്. അപ്പോൾ പ്രൈസ് വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ 50 മിനിറ്റിൻ്റെ OBയിൽ വന്ന് എന്നാൽ എടുക്കാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. ചിലപ്പോൾ ചെറിയ റിയാക്ഷൻ നമുക്ക് ഇട്ടൊരു പ്രീവിയസ് ഹൈ വരെയൊക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ട്രേഡ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് സെല്ലും നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി പ്രൈസ് ഈ ഒരു OB തന്നെയാണ് മൺഡേ ഒക്കെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ സെല്ലിലേക്ക് ആയിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. എന്നാലും ഞാൻ ഈ പറയുന്ന പൊസിഷൻസൊക്കെ നമുക്ക് നോക്കാം. അല്ല പ്രൈസ് തിരിച്ച് കയറി ഒന്ന് ഇതിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്ത് ഈ OB ഫെയിൽ ആകണമെങ്കിൽ നമ്മുടെ ഡേയിലേക്കുള്ള അല്ലെങ്കിൽ ഈ 4 അവറിൻ്റെയൊക്കെയുള്ള ഒരു മൂവിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോഴും നിങ്ങൾക്ക് ഇതേ മൂവ്മെൻറ്റ്സ് തന്നെ, ഈ ഒരു മൂവ്മെൻറ്റ്സ് കണ്ടോ, ഈ പറയുന്ന അതേ രീതിയിൽ തന്നെ പ്രൈസ് മേളിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ ചെയ്യുന്ന 4 അവറിൻ്റെ OBയിൽ വന്നിട്ടായിരിക്കും മിറ്റിഗേഷൻ നടത്താനുള്ള സാധ്യത. അവിടെ നിന്ന് നമുക്കൊരു സെല്ല് അല്ലെങ്കിൽ 4 അവറിൻ്റെ ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ ഡേയുടെ ഇന്ത്യയുടെ സ്ട്രക്ചറിൻ്റെ ഓർഡർ ബ്ലോക്ക് ഇവിടെ നിന്നായിരിക്കും പ്രൈസ് റിയാക്ട് ചെയ്യാൻ സാധ്യത കൂടുതലുള്ള. അപ്പോൾ ബാക്കി എന്തെങ്കിലും നല്ല നല്ല എൻട്രീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ട് ട്രേഡ് ചെയ്യുന്ന പല ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയ മാസങ്ങളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ ലോ വരെ പ്രൈസ് എന്തായാലും ബിയർഷിലേക്ക് പോകുന്ന ആ ലോയും ബ്രേക്ക് ചെയ്ത് പ്രൈസ് വീണ്ടും ബിയർഷിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടം വരെ ആൾക്കാർ കഴിഞ്ഞ ആഴ്ചയും കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചു, ബ്രിട്ടീഷ് പൗണ്ട് ചെയ്യുന്നവർ ഇനി സെല്ലാണോ? ഓക്കെ, ധൈര്യമായിട്ട് സെല്ല് തന്നെ എടുത്തോ. ഇപ്പോൾ ഈ ഒരു ലോ ഇച്ചിരി സ്ട്രോങ് ആണ്, അതാണ് ഇവിടെ പ്രൈസ് നിൽക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ബൈ നോക്കാം. ഇതൊക്കെ ഇച്ചിരി കൂടി ലോങ് ടൈം ബൈ ആയിരിക്കും, ഉറപ്പുള്ള കാര്യം. നമുക്ക് ഡേയിലേക്ക് വരാം. ഇനിയിപ്പോൾ ഡേയുടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നമ്മൾ ട്രേഡ് ചെയ്ത് ഞാൻ ഇപ്പോഴും അത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 1-2 TP ഒക്കെ അടിച്ചു മേലും. പിന്നെ നമ്മൾ ഡെയിലി ട്രേഡ് ചെയ്യുന്നതിലൊക്കെ നല്ല പ്രോഫിറ്റൊക്കെ നമുക്ക് കിട്ടി. അല്ലാത്തതിൽ നമുക്ക് ഇത് ട്രേഡ് റണ്ണിങ് ആണ്. ഇപ്പോഴും ബ്രേക്ക് ഈവൻ അടിച്ചത്. അപ്പോൾ മൺഡേ വന്ന് ബ്രേക്ക് ഈവൻ അടിക്കുക. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേയുടെ OB ഡേയുടെ ഇൻറ്റേർണൽ സെറ്റപ്പ് ഒന്നും ഇതിൻ്റെ അതില്ല. ഒരു വീണ്ടും ഒരു അഗെയിൻ ബൈ എടുക്കാനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലോ നോക്കിക്കുക. ഇതിൻ്റെ ലോ ഏകദേശം ഇവിടെയാണ്. ഈ ലോയിൽ വന്ന് ഈ ക്യാൻഡിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ വന്ന് ആ ലോ എടുക്കണമെങ്കിൽ അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ക്യാൻഡിലോ IFC ക്യാൻഡിലോ നിങ്ങൾക്ക് ബൈ നോക്കാവുന്നതാണ്. ചിലപ്പോൾ പ്രൈസ് അവിടെ നിന്ന് ഈ OBയിൽ നിന്ന് റിയാക്ട് ചെയ്ത് പോകാം. നിങ്ങൾക്ക് ഇവിടം വരെയൊക്കെ നിങ്ങൾക്ക് ലോക്ക് ടൈം. ഞാൻ എൻ്റെ മെയിൻ ട്രേഡ് ഞാൻ ഇവിടം വരെയാണ് ഇട്ടേക്കാം. നമുക്ക് ഇവിടെ വരെയൊക്കെ
ലോങ് ടേം ആയിട്ട് നമുക്ക് ട്രേഡ് നോക്കാവുന്നതാണ്. നല്ലൊരു മൂവ്മെൻറ്റ്സ് ആയിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളത്. അതേപോലെ 4 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4 അവറിൽ പ്രൈസ് ബിയറിഷിലേക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്ത് ഇവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലോ ലിക്വിഡേറ്റ് ചെയ്തു പ്രൈസ് വീണ്ടും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ബ്രേക്ക് ഈവൻ അടിച്ച് ഇപ്പോൾ ആരെങ്കിലും ട്രേഡ് റണ്ണിങ്ങിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഈവൻ അടിച്ചു, നെക്സ്റ്റ് ഒരു ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലോയിൽ നിന്ന് ഒരു എൻട്രി നോക്കുക. അപ്പോൾ 1 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1 അവറിൻ്റെ സ്ട്രക്ചർ അതുകൊണ്ട് നിങ്ങൾ ഈ 1 അവറിൻ്റെ ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ 1 അവറിൻ്റെ ഐഡിയയും ഇതാണ് എടുത്തിട്ട് വരും. ഇപ്പോൾ നമുക്ക് ഈ 1 അവറിൻ്റെ സ്ട്രക്ചറിൽ ഇന്ത്യണലൊക്കെ നോക്കണമെങ്കിൽ ഇച്ചിരി കൂടി നല്ല ട്രേഡുകൾ കിട്ടും. ഗോൾഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 1 അവറിൻ്റെ ഇന്ത്യണലൊക്കെ എടുത്തിട്ട് പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ പരമാവധി ട്രെൻഡിനനുസരിച്ച് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് 1 അവറിൽ വരികയാണെന്നുണ്ടെങ്കിൽ 1 അവറിൻ്റെ ഐഡിയയും എടുത്ത് ഈ OBയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ OB ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോബി ആയതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി ഗ്രാബ് നടത്തിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡേയിലത്തതും ലിക്വിഡിറ്റി ഗ്രാബ് നടത്തി ഇതും ഗ്രാബ് നടത്തി ഇവിടെ നിങ്ങൾക്ക് 1 അവറിൻ്റെ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് 50 മിനിറ്റിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 50 മിനിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഓൾറെഡി 50 മിനിറ്റ്സിൽ പ്രൈസ് ബുള്ളിഷാണ്. ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നിട്ടായിരിക്കും പ്രൈസ് നമ്മുടെ ഈ ഇതിൽ വരുന്നത്. ധൈര്യമായിട്ട് എടുക്കും, ഒരു പ്രോബ്ലം ഇല്ല. 50 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ ബിയറിഷ് വന്നെന്നും പറഞ്ഞ്. അപ്പോൾ നമുക്ക് നമ്മൾ നേരെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് പോകാം. ഓസ്ട്രേലിയൻ ഡോളറിൽ കുറച്ച് നാളായിട്ട് ഞാൻ സിങ് ട്രേഡ് ചെയ്യുന്ന എനിക്ക് TP അടിച്ചിട്ടുണ്ടായിരുന്നു. ആ അക്കൗണ്ട് ഞാൻ വളരെ ചെറിയൊരു അക്കൗണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഓൾറെഡി TPയിലാണ് കിടന്നത്. നല്ലൊരു സെല്ലിംഗ് പൊസിഷനിലായിരുന്നു, നല്ലൊരു എൻട്രി ആയിരുന്നു. വളരെ സന്തോഷം. എന്നാലും നല്ലൊരു പ്രോഫിറ്റൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. നമ്മൾ GBP USDയിൽ പണ്ടതുപോലെ തന്നെ ഒരു 3 മാസമായിട്ട്, മറ്റേ 4ാമത്തെ മാസം നല്ല ബിയറിഷിലാണെങ്കിൽ ഇത് ഇവിടെ വന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. എന്നാലും സെല്ലിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബൈയിലേക്കും കിട്ടിയാൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇതിൽ ബൈ ഒക്കെ എടുത്തതാണ്. അപ്പോൾ ഓൾറെഡി വീക്ക്ലി അനാലിസിസ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീക്ക് ബ്രേക്ക് നടത്തിയത് കൊണ്ട് തന്നെ ഈ ലോ ഫെയിലാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ഡേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഡെയിലി പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു അല്ലേ, ഭയങ്കര. ഇനി പുതിയ ഒരു ഐഡിയം പ്രൈസ് എടുത്താൽ മതി. പുതിയ ഐഡിയം എടുക്കാനായിട്ട് ഇവിടെ നിന്ന് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഇറങ്ങാം, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ. അല്ലെങ്കിൽ ചിലപ്പോൾ കയറി ഐഡിയം എടുത്തിട്ട് പോവാം. ഇപ്പോൾ 4 അവറിൻ്റെ ഐഡിയം എടുത്തു, 4 അവറിൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയാനായിട്ട് ഈ ഏരിയയിൽ ഇല്ല. ഇതെല്ലാം ഇൻസൈഡ് ക്യാൻഡിൽസ് ആണ്. അവിടെ നിന്നാണ് പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യുന്നത്. പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരാം, നല്ല രീതിയിൽ പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. 1 അവറിൻ്റെ ഐഡിയം എടുത്തു, 1 അവറിൻ്റെ OBയിലേക്കൊന്നും പ്രൈസ് വന്നില്ല. നല്ലൊരു മൂവ്മെൻറ്റ്സ് ആണ്. ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു ബൈ എടുത്തായിരുന്നു. നമ്മൾ മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ മൺഡേയിലൊക്കെ തന്നെ ഇവിടെ നിന്നൊക്കെ നല്ലൊരു സെല്ലുണ്ടായിരുന്നു. പ്രൈസ് തിരിച്ച് കയറി വന്നു അല്ലേ, നല്ലൊരു എൻട്രി ആയിരുന്നു ഈ സെല്ലൊക്കെ. ഞാൻ നേരത്തെ എടുത്ത എൻട്രി എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയൊന്നും എടുത്തൊരു എൻട്രി ആയിരുന്നു. ഡിസംബറിൽ എടുത്ത എൻട്രിയാണ് അത്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ TP അടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. നല്ല ട്രേഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും നല്ല രീതിയിൽ നോക്കിയാൽ നല്ല രീതിയിൽ ബിയറിഷിലാണ്. ബുള്ളിഷിലേക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ പോലും മര്യാദക്ക് തന്നിട്ടില്ല. അപ്പോൾ പ്രൈസ് ബിയറിഷിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വീക്കിൻ്റെ നോക്കണമെങ്കിൽ ആ ലോ അത്ര സ്ട്രോങ് ഒന്നും അല്ല. ഈ ലോ ഫെയിലായി പുതിയ ഈ ലോ പക്ഷേ അങ്ങനെ ഫെയിൽ ആകിയാൽ അത് നോക്കിയെടുക്കുക, പ്രൈസ് തിരിച്ച് കയറാവുന്നതാണ്. നമുക്ക് USDയിലേക്ക് വരാം. USDയിൽ കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ ആയിട്ട് നല്ല ട്രേഡ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വരാം. മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം മൂവ്മെൻറ്റ്സ് തന്നെയാണ്. 3-4 മാസമായിട്ട് പ്രൈസ് ബിയറിഷിലേക്കാണ് മൂവ് ചെയ്യുന്നത്. നമുക്കറിയാം ഡേയുടെ ഒരു OBയിൽ നിന്നൊക്കെ USD നല്ല രീതിയിൽ മൂവ് ചെയ്തു. പക്ഷേ ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല അത്രയും നാൾ പ്രൈസ് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ വീക്കിൻ്റെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ട്രോങ്ങസ്റ്റ് പൊസിഷനാണ്. ഇവിടെ നല്ലൊരു പുൾ ബാക്ക് ഇട്ട് നിങ്ങൾക്ക് ലോങ് ടൈം ബൈ എടുക്കാവുന്ന പൊസിഷൻ തന്നെയാണ്. നമ്മൾ ഡേയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടോ ഈ ഡേയുടെ ഒരു OB ആണ്. നമ്മൾ മാക്സിമം ഇവിടം വരെയൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ ഇത് നമുക്ക് വന്ന് ബ്രേക്ക് ഈവൻ അടിച്ചു. ഫസ്റ്റ് 1-2 TP അടിച്ചിട്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ പേര് എടുത്തായിരുന്നു. പല ആൾക്കാർക്കും നല്ല പ്രോഫിറ്റൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വീക്കിലി അനാലിസിസിലൊക്കെ പറഞ്ഞതാണ് എവിടെയൊക്കെ പ്രോഫിറ്റ് എടുക്കണമെന്ന്. നമുക്കിപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു POയിൽ നിന്നാണ് പ്രൈസ് റിയാക്ട് ചെയ്ത് പോകുന്നത്. പഴയ ഒരു OB ആണ് ഇപ്പോൾ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇടുന്നപ്പോൾ പണ്ട് വരച്ചിട്ട്. പക്ഷേ അത്ര വലിയ സ്ട്രോങ് ഒന്നും ആകാൻ സാധ്യതയില്ല. അത് ബ്രേക്ക് ചെയ്ത് തന്നെ പോകാൻ സാധ്യതയുണ്ട്. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അവറിൻ്റെ OBയിൽ നിന്നാണ് പ്രൈസ് പോയത്. ഇതിലൊക്കെ പല ആൾക്കാർക്ക് സെല്ല് കിട്ടിയെന്ന് പറഞ്ഞു, ഈ എൻട്രീസ് കിട്ടിയെന്ന് പറഞ്ഞു. 4 അവറിൻ്റെ സ്ട്രക്ചർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അവരുടെ ഐഡിയം എടുത്തു, പിന്നെ OB വന്നു, ഇവിടെയും വന്നു. നല്ല എൻട്രികളായിരുന്നു ഉണ്ടോ. 4 അവറിൻ്റെ സ്ട്രക്ചർ കുറച്ച് നാളായിട്ട് നല്ല എൻട്രീസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പല ആൾക്കാരും പറഞ്ഞായിരുന്നു നല്ല എൻട്രികളൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ
നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ല, നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട്, പല ആൾക്കാരും എന്നോട് പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, കേൾക്കുന്നുണ്ട്, പല ഐഡിയാസ് കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഐഡിയകൾ ഞാൻ ഷെയർ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടായെങ്കിൽ ഗുണമുണ്ടാകട്ടെ. അപ്പോൾ നമുക്ക് 1 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഇനിയിപ്പോൾ ഈ പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ട് പോകാം. എന്നാലും ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബൈയും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു ബൈ സൈഡിലേക്കും പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പോയിട്ട് പിന്നെ ഒരു ബൈ സൈഡിലേക്ക് വരുന്നുണ്ട്. അതേ മീൻസ് സെയിം സംഭവം ഉണ്ടോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലും യൂറോ ഹിസ്റ്ററിയിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളത്, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക, നല്ല പൊസിഷൻസൊക്കെ നോക്കുക. മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പൊസിഷനിലൊക്കെ കറക്റ്റായിട്ട് ഇതിൽ പറഞ്ഞ പൊസിഷൻസൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. അതേപോലെ ആ ഒരു ടൈമിലൊക്കെ ട്രേഡ് തന്നെയാണെങ്കിൽ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പുള്ള ആൾക്കാരൊക്കെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നല്ല നല്ല ഹൈ പ്രയോറിറ്റി ട്രേഡുകൾ ഞാൻ ഇനിയും മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ചു തരും. അതേപോലെ തന്നെ നമ്മൾ ഇനി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നതാണ് കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ കോപ്പി ട്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊരു 2-3 മാസത്തിനുള്ളിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉഷാറാക്കാം. അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഒരാൾക്കും കൂടെ പ്രോഫിറ്റ് കിട്ടുന്നത് ബെറ്റർ അല്ലേ. ട്രേഡ് ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാരുണ്ടാവും, പഠിക്കാണ്ട് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള നല്ല രീതിയിലുള്ള ബിസിനസ് മൈൻഡുള്ള ആൾക്കാർക്കൊക്കെ അത് കോപ്പി ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഉഷാറാകട്ടെ. അപ്പോൾ ഇനി ഈ ഒരു വർഷം തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞ് പല ആൾക്കാരും മെസ്സേജ് ചെയ്യുന്നുണ്ട്. നല്ല പ്രോഫിറ്റിൽ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോകൾ കുറേ കണ്ടു. നല്ല രീതിയിൽ തന്നെ വീക്കിലി തന്നെ സ്ഥിരമായിട്ട് കാണുക, അതിൽ പറയുന്ന കാര്യങ്ങളും മനസ്സിലാക്കുക. അതേപോലെ തന്നെ ജേണൽ എഴുതുക. ജേണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ കറക്റ്റായിട്ട് വീക്ക്ലി മന്ത്ലി പ്രോഫിറ്റിൽ വരാൻ മാത്രം നോക്കുക. ഒരുപാട് പ്രോഫിറ്റ് എടുക്കുന്നതിലല്ല, $1 എങ്കിൽ $1, ബിഗിനറിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ $1 എങ്കിൽ $1, $1.5 എങ്കിൽ ഒരു സെൻറ്റെങ്കിൽ ഒരു സെൻറ്റ് നമുക്കൊരു ആഴ്ച പ്രോഫിറ്റിൽ വരാൻ നോക്കുക. നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പതിയെ നിങ്ങൾ വലിയ പ്രോഫിറ്റിലേക്ക് എത്തും. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും ആദ്യം എനിക്ക് കിട്ടിയത് $5, $10, $15 ആയിരുന്നു. പക്ഷേ അന്ന് പല ആൾക്കാരും കാണുമ്പോൾ പുച്ഛിച്ചിട്ടുണ്ട്. ഇച്ചിരിയും കൂടി ഇട്ടു, ഇത്രയും ട്രേഡുകൾ ടീപ്പ് അടിക്കണമെങ്കിൽ കുറച്ചും കൂടി ഇച്ചിരി കൂടി റിസ്ക് കൂട്ടി. പക്ഷേ അവിടെ നിന്ന് കാശല്ല ഞാൻ നോക്കിയത്, എനിക്ക് നല്ലൊരു പ്രൊഫഷണൽ ട്രേഡർ ആകുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഞാൻ വീക്കിലി എന്താണോ പ്രോഫിറ്റ് അതിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. വീക്കിലി പ്രോഫിറ്റിൽ വരിക എന്ന് പറഞ്ഞാൽ റെഗുലർ പ്രോഫിറ്റിൽ വരുന്ന നിസ്സാര കാര്യമല്ല. അത് $1 ആണെങ്കിൽ $2. പക്ഷേ ആ ഒരു ലെവലിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ വളരാൻ പറ്റിയത്. ആ ഒരു ലക്ഷ്യം കാരണമാണ്. ഇന്നും ഞാൻ ഒരുപാട് കാശുണ്ടാക്കാനെന്നല്ല, എൻ്റെ അനാലിസിസൊക്കെ കറക്റ്റ് ആകുന്നുണ്ടോ, എനിക്ക് വീക്കിലി പ്രോഫിറ്റ് പോകാൻ പറ്റുന്നുണ്ടോ, മന്ത്ലി പ്രോഫിറ്റ് പോകാൻ പറ്റുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനീ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്കും എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.